കാലത്ത് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് പോയി വരുമ്പോൾ ഞാൻ അവിടുത്തെ മാർക്കറ്റിൽ നിന്ന് മട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞണ്ടും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. മട്ടനും രാവിലെ വന്നിട്ട് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ വൈകിട്ടാണ് എടുത്ത് നന്നാക്കുന്നത്. അപ്പോൾ എനിക്ക് രണ്ടും കൂടി നന്നാക്കാൻ വയ്യ. ഒരെണ്ണം നന്നാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ മട്ടൻ എടുത്തിട്ട് നന്നാക്കുകയാണ് കേട്ടോ. ഇറച്ചി വാങ്ങിയിട്ടുള്ള ആ കവർ ഞാൻ ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മറ്റേ കവർ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരില്ലേ, അപ്പോൾ അത് കഴുകിയിട്ട് ഉണക്കിയിട്ട് വേണം അതിലിട്ട് വെക്കാൻ, അല്ലെങ്കിൽ പൊട്ടൻ മണമൊക്കെ എടുക്കില്ലേ. പിന്നെ അവരങ്ങനെ പറയാറുണ്ട് കേട്ടോ, അതൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ കഴുകിയിട്ട് ഉണക്കി വെക്കണമെന്ന്. ഇതിപ്പോൾ കത്തിക്കാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ ഞാൻ സോപ്പിട്ട് കഴുകിയിട്ട് വെക്കുകയാണ് കേട്ടോ. അത് മട്ടനൊരു മണം ഉണ്ടല്ലോ, അത് അങ്ങനെ വെറുതെ കിടന്ന് ഉണങ്ങിയാലും ചിലപ്പോൾ ആ സ്മെല്ലുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ സോപ്പിട്ട് കഴുകിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഓഫാക്കട്ടെ. അരി വെളുത്തുമ്പോൾ അരി ഇതുപോലെ വാങ്ങിയിട്ടുണ്ടാക്കി തരുമോ? ഇല്ലേ, എന്തുണ്ടാക്കി തരാത്ത? ഇഷ്ടമല്ല, തൊടുന്ന ഇഷ്ടമല്ല, തിന്നാൻ ഇഷ്ടമല്ലേ? എന്നാ ഇനി തിന്നണ്ട. ഞാൻ തൊട്ടിട്ട് ഞാൻ തന്നെ തിന്നുണ്ട്. അതിൽ രോമം ഉണ്ടാവും, നോക്കിയൊക്കെ ക്യാമറയിൽ കാണണ്ട. രോമം കാണണ്ട അതിൻ്റെ. രോമം കണ്ട? രോമം നന്നായി വൃത്തിയാക്കണം. കണ്ട് രോമം വയറിൽ പോയ വേദന ഉണ്ടാവും ചിലപ്പോൾ. വൃത്തിയാകട്ടെ. ഇതിൽ രോമം ഉണ്ടോ നോക്കട്ടെ. ആ കാക്ക വന്നിരിക്കുന്നു, കാണിച്ചിട്ട് ഇപ്പം ഉണ്ടോ? അവിടെ മട്ടനൊക്കെ നന്നാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ട് മേല് കഴുകിട്ടോ. മേല് കഴുകി വന്നതിന് ശേഷമാണ് പിന്നെ ഞാനത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ട് ഇപ്പോൾ ഒരു നേരത്തേക്കുള്ള കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു നേരത്തേക്കില്ല, ഞങ്ങൾക്ക് എങ്ങനെ പോയാലും 2 നേരത്തേക്കുള്ളത് ഉണ്ടാവും. അപ്പോൾ രാത്രിക്കും പിറ്റേ ദിവസത്തേക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് പകുതി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെങ്കിൽ വരട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അങ്ങനെ വരട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനെങ്കിൽ ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കും കേട്ടോ. മട്ടൻ ഞാൻ ആദ്യം കുക്കറിൽ വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ പൊടികളെല്ലാം, മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് ഗരം മസാലയും കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ട് ഒഴിച്ചിട്ടാണ് കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ അതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെയാണ് കേട്ടോ അടച്ച് വെച്ചിട്ട് വേവിക്കുന്നത്. ഞാനൊരു 5 വിസിലൊക്കെ വേവിച്ചിട്ടുണ്ട്. 5 വിസിൽ വരുന്നവരെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. മട്ടനിൽ മസാല തേച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാനത് തേച്ച വഴിയാണ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് നേരം മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അത് വെന്തിട്ട് ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. എന്തോ ഭാഗ്യത്തിന് അടി പിടിച്ചില്ല. സാധാരണ ഞാനിങ്ങനെ മട്ടൻ വെക്കുമ്പോൾ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ഒരു ലേശം വെള്ളം തന്നെ ഉണ്ടായിട്ടുള്ളൂ. മട്ടൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചത് എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചെറിയ ഉള്ളിയാണ് അരിഞ്ഞിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ അത് വാടിയതിൻ്റെ ശേഷം പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മല്ലിപ്പൊടിയുടെ കുറച്ച് കുറവ് എനിക്ക് തോന്നിയപ്പോൾ അത് മാത്രം ഇട്ടിട്ട് ഞാനൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് തക്കാളി പേസ്റ്റ് ആക്കിയതും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ നന്നായി വാടിയതിൻ്റെ ശേഷം ഞാൻ ആ മട്ടൻ വേവിച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, തീരെ വെള്ളമില്ല, ഞാൻ പറഞ്ഞില്ലേ, വളരെ കുറച്ച് വെള്ളം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്തോ ഭാഗ്യത്തിന് അടി പിടിച്ചില്ല. എല്ലാ പ്രാവശ്യം വെള്ളം ഉണ്ടാവണ കാരണം ഞാനത് ഒഴിക്കാതിരുന്നതാണ്. ഇപ്രാവശ്യം അതിന് വേണ്ടിയിട്ട് തീരെ ഉണ്ടായില്ല. അപ്പോൾ അതാ ഞാനൊരു ലേശം വെള്ളം അതിലൊഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കില്ലേ. അപ്പോൾ എനിക്ക് അങ്ങനെ വേണ്ട, കുറച്ച് കറിയായിട്ട് തന്നെ കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടിപ്പോയി. എന്നിട്ട് പിന്നെ ഞാൻ ലാസ്റ്റ് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്തതിൻ്റെ ശേഷം കറി ഒന്ന് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ കുത്തൽ ഒരു ലേശം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറഞ്ഞ് കിട്ടിയത് തേങ്ങാപ്പാൽ ചേർത്തതിൻ്റെ ശേഷം.
ഇത് പിന്നെ പിറ്റേ ദിവസം വൈകിട്ടാണ് കേട്ടോ. പിറ്റേ ദിവസം അത് ഞാൻ ഞണ്ട് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ നന്നാക്കിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. കണ്ണില്ല? കണ്ണുണ്ട്, കണ്ണിതാ. എന്താ കാണിക്കണ? പക്ഷെ നമുക്ക് കണ്ണിന് ഇമ വെട്ടാൻ കണ്ണിൻ്റെ ഇമ എന്താ പറയുക, കൺപോളുണ്ട്. ഏതാ ഞണ്ടിനെ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ആദ്യം സ്രാവ് വെക്കായിരുന്നില്ലേ? ആദ്യം സ്രാവ് ഇതാക്കായിരുന്നില്ലേ? എന്നിട്ട് വന്നില്ലേ ഞണ്ട്? ഉണക്കമീനാ പൊളിച്ചിട്ട് വെച്ചാൽ മതി. അതിറച്ചി ഇറച്ചിന്നല്ല, അത് ഞണ്ടിൻ്റെ അപ്പിച്ചിന്ന്. ഇല്ല, ഞണ്ട് നന്നാക്കുമ്പോൾ ആര്യനെ ഞാൻ അടുത്ത് വിളിച്ച് നിർത്തിയിരിക്കുകയാണ് കേട്ടോ, എനിക്ക് വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ ഞണ്ട് നന്നാക്കണ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോഴൊന്നും അവൻ വന്ന് നിൽക്കാറൊന്നുമില്ല. അപ്പോൾ അതേ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ, ഞണ്ടിൻ്റെ കണ്ണ് എന്താ അടഞ്ഞിരിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നത്. അതതിൻ്റെ വേസ്റ്റാണ്. എന്ത് വേസ്റ്റ്? അതിൻ്റെ ശരീരത്തിലത്തെ വേസ്റ്റോ. പിന്നെ എന്താ ആദ്യം സ്രാവ് വറുത്താൽ മതിയുള്ള കയറ്? അതില്ലേ സ്രാവ് ഇന്ന് ഇഷ്ടമുള്ളത് ലാസ്റ്റ് കഴിക്കാം. എനിക്കിങ്ങനെ ഞണ്ട് നന്നാക്കാനൊന്നും ആദ്യം അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ ഞണ്ട് ഉണ്ടാക്കുക വെക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ കഴിക്കണത് ആദ്യം കഴിക്കണത് അച്ഛൻ്റെ കൂടെ മസ്കറ്റിലുള്ള സമയത്താണ് തോന്നുന്നു. അങ്ങനെ ആ സമയത്ത് കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ടേസ്റ്റൊന്നും ഇതൊന്നാമത് എനിക്ക് കഴിക്കാറിയില്ല. ഇങ്ങനെ കടിച്ച് പറിച്ച് കഴിക്കാനൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ നേരെ കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ ഏട്ടൻ്റെ കൂടെ സൗദിയിലുള്ള സമയത്ത് കഴിച്ചപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് സംഭവമൊക്കെ എനിക്ക് മനസ്സിലായത്. അതിൻ്റെ ശേഷം ഞാൻ ഭയങ്കര എന്താ പറയുക, എനിക്ക് ഞണ്ട് എന്ന് പറഞ്ഞാൽ വല്ല അഡിക്ഷൻ പോലെയാണ്. എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇത് കിട്ടുന്നുണ്ട്, പക്ഷേ വെക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ അവസാനം യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നന്നാക്കാനും ഇതിനൊക്കെ പഠിച്ചിട്ട് പിന്നെ ഞാൻ തന്നെയാണ് ഇപ്പോൾ ഞണ്ട് വെക്കാറും നന്നാക്കാറൊക്കെ. വീട്ടിലാണെന്ന് വെച്ചെങ്കിലും അമ്മ അങ്ങനെ നന്നാക്കൊന്നുമില്ല. ഞാൻ തന്നെയാണ് ഞണ്ട് വാങ്ങിയിട്ടുണ്ട് വെച്ചെങ്കിൽ അമ്മയ്ക്ക് നന്നാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുക. പിന്നെ ചേച്ചി സഹായിക്കും കേട്ടോ. ചേച്ചി ഞണ്ട് നന്നാക്കാനും വെക്കാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യും. ഞണ്ട് വെക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷം ആര്യ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മ ആയോ എന്ന്. അപ്പോൾ ഞണ്ട് കറി റെഡി ആയതിൻ്റെ ശേഷം ഞാനും ആര്യനും കൂടിയിട്ട് കഴിക്കാതിരിക്കുന്നുണ്ട്. അന്നിപ്പോൾ ചോറിലേക്ക് ഞങ്ങൾ വേറെ ഒന്നും എടുത്തിട്ടില്ല. ഞണ്ട് റോസ്റ്റ് ചെയ്തത് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് 2 പേർക്കും അത്ര ഇഷ്ടമാണ്. അപ്പോൾ ആര്യനാണെന്ന് വെച്ചെങ്കിൽ ഞണ്ട് കഴിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ചുണ്ടിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ തടിപ്പ് പോലെ വരും. തടിപ്പ് നല്ല ഒരു പൊള്ളം പൊന്തിയ പോലെ അങ്ങനെ വരും. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിന് മുന്നേ കഴിച്ചപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. ജസ്റ്റ് ഇങ്ങനെ പൊള്ളം മുന്തിയ പോലെ ചുണ്ടിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ അതുപോലെ കഴിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത് കാണിച്ചു തരും കേട്ടോ അവൻ, ജസ്റ്റ് ആ ഭാഗത്ത്. അപ്പോൾ ആദ്യം ഞണ്ട് അവൻ ചോറിന് മുന്നേ തന്നെ ഞണ്ട് ഇട്ടുകൊടുത്തതൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും ഞണ്ട് ചോദിച്ചപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി തരില്ല, ജസ്റ്റ് ഇതിങ്ങനെ പൊന്തിയതല്ലേ. അപ്പോൾ എനിക്കൊരു പേടി, ഇനി കൂടുതലാവണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കൊടുത്തില്ല കേട്ടോ. മാത്രം കഴിച്ചല്ലേ ചോറ് കഴിക്കാതെ? നല്ല ടേസ്റ്റ് ഉണ്ട്.